അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് അറിയാം ഏത് കോടീശ്വരനാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പം വിറ്റിരിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രനും CPM-ഉം ഏത് കോടീശ്വരന്റെ കയ്യിലാണ് ഈ ദ്വാരപാലക ശില്പം കോടിക്കണക്കിന് വിറ്റിരിക്കുന്നത് എന്ന് പറയാൻ തയ്യാറാകണം. ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിക്കുന്നത്. ആർക്കെതിരെയാണ്? അത് CPIM-ന്റെ മുതിർന്ന നേതാവിനെതിരെയാണ്, മുൻ മന്ത്രിക്കെതിരെയാണ്, MLA-ക്കെതിരെയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടാകും. ആ പ്രതികരണം ഉണ്ടാവുകയും ചെയ്തു. കടകംപള്ളി സുരേന്ദ്രൻ തന്നെ നിയമസഭയിൽ പറഞ്ഞു, അക്കാര്യം വെളിപ്പെടുത്തണം. VD സതീശനെ അറിയുന്ന കാര്യങ്ങൾ VD സതീശൻ പറയണം. ആർക്കാണ് എൻ്റെ ഇടനിലയിൽ ശബരിമലയിലെ സ്വർണം പൂശിയ ചെമ്പുപാളി കൈമാറിയത്, വിറ്റത്? ഏതോ ഒരു കോടീശ്വരന് കൈമാറിയിട്ടുണ്ട് എന്നാണ് VD സതീശൻ പറയുന്നത്. ആ കോടീശ്വരനെ അറിയാം കടകംപള്ളി സുരേന്ദ്രനെ എന്ന് പറയുന്നു. ആ വിവരങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാം. എവിടെ നിന്നാണ് ആ വിവരം കിട്ടിയത്, ആധികാരികമാണോ വിവരങ്ങൾ എന്നീ കാര്യങ്ങൾ അദ്ദേഹം പറയേണ്ടതല്ലേ? അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളാണ്, പ്രതിപക്ഷ നേതാവാണ്. വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയുന്ന ആളല്ല, പഠിച്ച് കാര്യങ്ങൾ പറയുന്ന ആളാണ് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് എന്നാണ് അദ്ദേഹം പലരോടും പറയുകയും അദ്ദേഹത്തിൻ്റെ ശിങ്കിടികൾ പറഞ്ഞ് പരത്തുകയും ചെയ്തത്. അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും ഇത്തരമൊരു ഗുരുതരമായ ആരോപണം വിവരങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാതെ മുന്നോട്ട് വയ്ക്കില്ല, അല്ലെങ്കിൽ ഉന്നയിക്കില്ല. കൃത്യമായ വിവരം VD സതീശന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് പരസ്യമായി പറയണം. കാരണം ആരോപണം ഉന്നയിച്ചത് പരസ്യമായിട്ടാണ്. കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു, എനിക്കതേക്കുറിച്ച് യാതൊരു ധാരണയില്ല. അക്കാര്യം പറയേണ്ടത് VD സതീശനാണ്. VD സതീശൻ പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹം വനവാസത്തിന് പോകണം, രാഷ്ട്രീയ വനവാസത്തിന് എന്ന് പറയുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ്. ഒരു രാഷ്ട്രീയ നേതാവിന് എന്തും വിളിച്ചു പറയാമെന്നാണോ? അങ്ങനെ പറയുന്നത് ശരിയാണോ? കുറേ നാളുകളായി ഇത്തരം പ്രചാരണം നടക്കുന്നു. തൻ്റെ മണ്ഡലത്തിൽ എന്ന് വെച്ചാൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ BJP നേതാക്കളും ഇക്കാര്യം പറയുന്നുണ്ട്. അവിടെ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്ന BJPയുടെ മുതിർന്ന നേതാവ് V. മുരളീധരൻ അദ്ദേഹവും പ്രാദേശികമായി നടക്കുന്ന യോഗങ്ങളിലൊക്കെ ഇത് പറയുന്നുണ്ട്. ശബരിമലയിലെ സ്വർണം പൂശിയ ചെമ്പുപാളി മറിച്ച് വിറ്റത് കടകംപള്ളി സുരേന്ദ്രനാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ആ വ്യക്തത വരുത്താൻ ഏറ്റവും എളുപ്പത്തിൽ കഴിയുക സംശയമില്ല VD സതീശനാണ്. അദ്ദേഹമാണ് പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, കടകംപള്ളി സുരേന്ദ്രനാണ് ഇടനില നിന്നത്, ഒരു കോടീശ്വരനാണ് ഈ സ്വർണം പൂശിയ ചെമ്പുപാളി കൈമാറിയത്, വിറ്റത് എന്ന്. കോടിക്കണക്കിന് രൂപയാണ് അതുമായി ബന്ധപ്പെട്ട് മറിഞ്ഞത്, അല്ലെങ്കിൽ ഇടപാട് നടന്നത് എന്നാണ് VD സതീശൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് എല്ലാ വിവരങ്ങളും അറിയാം. അദ്ദേഹം പരസ്യമായി പറയുന്നില്ല എന്ന് വെക്കാം. അത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറണം. ദേവസ്വം വിജിലൻസ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദേവസ്വം വിജിലൻസിന് അത് വലിയ തെളിവായിരിക്കും. ആ തെളിവ് കയ്യിൽ വെച്ച് പുറത്തു പറയാതെ എങ്ങനെ VD സതീശൻ നടക്കുന്നു? പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് ഇത്തരമൊരു വിവരം അദ്ദേഹത്തിന് ലഭിച്ചാൽ അത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറണം. അതല്ലെങ്കിൽ അദ്ദേഹം ഹൈക്കോടതിയിൽ ദേവസ്വം ബെഞ്ചിനെ ഇക്കാര്യം അറിയിക്കണം. എനിക്ക് കിട്ടിയ വിവരമാണ്, തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത് എന്ന് പറയണം. അങ്ങനെ പറഞ്ഞ് ഈ കേസന്വേഷണം ശരിയായ ദിശയിൽ കൊണ്ടുപോകാൻ ഉത്തരവാദിത്തപ്പെട്ട ബാധ്യതപ്പെട്ട ആളാണ് പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം അത് പറയേണ്ടതായിരുന്നു. എന്തുകൊണ്ടാണ് പറയാത്തത്, എന്തുകൊണ്ടാണ് ഒളിച്ചു വെക്കുന്നത് എന്നത് വലിയ ചോദ്യമായി നിൽക്കുന്നുണ്ട്. തേങ്ങ ഉടയ്ക്കു സ്വാമി എന്ന് പറയുന്നത് പോലെ ആ തേങ്ങ ഇപ്പോൾ VD സതീശൻ്റെ കയ്യിലാണ്. അദ്ദേഹത്തിന് അത് എപ്പോൾ വേണമെങ്കിലും ഉടയ്ക്കാം, ഇന്നുടയ്ക്കാം, അതല്ലെങ്കിൽ നാളെ നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് ഇടയിൽ ഇക്കാര്യം വെളിപ്പെടുത്താം. ഇനിയിപ്പോൾ പുറത്തു പറഞ്ഞാൽ കേസ് വരും, മാനനഷ്ട കേസ് വരും എന്നുണ്ടെങ്കിൽ നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയമാണ്. നിയമസഭയിൽ ഇക്കാര്യം പറയാം. കാരണം നിയമസഭയിൽ പറയുന്നത് കേസ് ആകില്ല. നിയമസഭയ്ക്ക് പുറത്തു പറഞ്ഞാൽ മാത്രമേ മാനനഷ്ടത്തിനെങ്കിലും കേസ് കൊടുക്കാൻ കഴിയുകയുള്ളൂ. നിയമസഭയ്ക്ക് അകത്ത് പരിരക്ഷയുണ്ട് MLA-മാർക്ക്. ആ പരിരക്ഷ ഉപയോഗിച്ചിട്ട് ആണെങ്കിലും അദ്ദേഹം പറയണം, ഇന്ന കോടീശ്വരൻ്റെ കയ്യിലാണ് സ്വർണം പൂശിയ ശബരിമലയിലെ ചെമ്പുപാളിയുള്ളത് എന്ന്. അതിന് ഇടനിലക്കാരനായി നിന്നത്, കൈമാറാൻ ഇടനിലക്കാരനായി നിന്നത് കടകംപള്ളി സുരേന്ദ്രനാണ് എന്ന് തെളിവ് സഹിതം പറയാൻ തയ്യാറാകണം. ആ തേങ്ങ വേഗം ഉടയ്ക്കണം VD സതീശ. അതല്ലെങ്കിൽ VD സതീശനെ തന്നെ തിരിഞ്ഞു കൊത്തും ഈ ആരോപണം.